തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളെ മയക്കുവെടി വെക്കില്ല. കുരങ്ങുകളെ കൂട്ടിലെത്തിക്കാൻ തീവ്രശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്നും അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷെ, വീണ്ടും ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോകുന്നു. എന്താണ് ഇതിനുള്ള ഒരു കാരണം? എന്തായാലും മയക്കുവെടി വെക്കില്ല, പിന്നെ ഏത് രീതിയിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമം? ക്രിസ്ത്യൻ, എന്തായാലും കുറച്ച് സമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം മൃഗശാലയിലുള്ള ഈ ഹനുമാൻ കുരങ്ങുകൾക്കായി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് 3 പെൺകുരങ്ങുകൾ ചാടിപ്പോയത്. ഈ കിടങ്ങുകളൊക്കെയുള്ള മരങ്ങളൊക്കെയുള്ള ഈ ഭാഗത്താണ് ഈ കുരങ്ങുകളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൃഗശാലയുടെ മുൻഭാഗത്താണ് നിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും പിൻഭാഗത്തായിട്ടാണ് അതിന്റെ സ്ഥാനമുള്ളത്. അവിടെ നിന്ന് ഈ മരത്തിന് മുകളിലേക്ക് കയറി ഈ പെൺകുരങ്ങുകൾ പുറത്തേക്ക് ചാടുകയായിരുന്നു. കോമ്പൗണ്ടിന് പുറത്തേക്കല്ല, ഈ മൃഗശാലയുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അവിടുത്തെ വല്ലഭം എന്ന മരത്തിലാണ് ഇപ്പോൾ അത് ഉള്ളതെന്നാണ് അവസാനമായി സ്പോട്ട് ചെയ്തിട്ടുള്ളത്. അതിന് താഴെ ഈ കെയർ ടേക്കർമാരും ജീവനക്കാരടക്കമുള്ളവരുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും താഴെ എത്തിക്കാനുള്ള അവസാനവട്ട ആ ശ്രമത്തിലാണ് ജീവനക്കാർ. ഇതിനെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മരത്തിൽ നിന്ന് അത് താഴെ വീണ് അതിന് ജീവഹാനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് ഭക്ഷണം നൽകി, പഴവും അതേപോലെ തന്നെ ഇലകളും പൂക്കളും ഒക്കെ നൽകി, ഇത് സ്ഥിരമായി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ നൽകി അതിനെ പ്രലോഭിപ്പിച്ച് ആ താഴെ ഇറക്കാനാണ് ജീവനക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ജീവനക്കാരുടെ ആ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു വീഴ്ചയാകാം ഇത് മരത്തിന് മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ സാധ്യത എന്നാണ് കരുതുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം ഇതേപോലെ 2023 ജൂണിലായിരുന്നു ഒരു ഹനുമാൻ കുരങ്ങ് ആദ്യമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയത്. അത് അന്ന് തിരുപ്പതിയിൽ നിന്ന് കൊണ്ടുവന്ന ഹനുമാൻ കുരങ്ങായിരുന്നു. ആ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി ഏതാണ്ട് 24 ദിവസമാണ് ഈ മ്യൂസിയം ജീവനക്കാരെ വെള്ളം കുടിപ്പിച്ചത്. മാത്രമല്ല, അത് അന്ന് പുറത്ത് കടന്നത് ഈ മ്യൂസിയത്തിന്റെ പുറകുവശത്തൂടെയുള്ള ഈ നന്തൻകോട് മ്യൂസിയം റോഡ്, ആ റോഡിന്റെ പുറകിൽ വശത്തൂടെയാണ് കടന്നത്. നന്തൻകോട് എത്തി അവിടുത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനം, അതുവഴി പിന്നീട് LMS ആ ഭാഗത്തേക്ക് പോയി. പിന്നീട് മസ്കറ്റ് ഹോട്ടൽ, ഈ കന്റോൺമെന്റ് ഹൗസ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന PMGയിലുള്ള അവിടെ ഒരു മരത്തിലായിരുന്നു അവിടെ ദിവസങ്ങളോളം കഴിഞ്ഞത്. പിന്നീട് ഒരുപാട് ദിവസം ശ്രമപ്പെട്ടാണ് അന്ന് ജീവനക്കാർ ഈ ഹനുമാൻ കുരങ്ങിനെ താഴെ എത്തിച്ചത്. അന്ന് ചാടിയ ഹനുമാൻ കുരങ്ങ് പിന്നീട് ഈ മൃഗശാലയിൽ കൊണ്ടുവന്ന് അതിനെ ഒരു കൂട്ടിൽ പാർപ്പിച്ചു. പിന്നീട് അത് പ്രസവിച്ചു ഒക്കെ ചെയ്തു. പിന്നീടാണ് ആ ഹനുമാൻ കുരങ്ങും ഇന്ന് ചാടിയ ഈ 3 പെൺകുരങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും അതിനെ താഴെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് സാധാരണ ഈ വാനരന്മാരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കുരങ്ങുകൾക്കൊന്നും മറ്റു പ്രശ്നങ്ങളൊന്നും, പക്ഷേ ഇതിന്റെ പിന്നിലാണ് ഈ ഹനുമാൻ കുരങ്ങുകളെ പാർപ്പിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും അതിനെ താഴെ ഇറക്കാനുള്ള ഒരു തീവ്രമായ ശ്രമമാണ് നടക്കുന്നത്. മയക്കുവെടി വെക്കില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ, ഇതിന്റെ കെയർ ടേക്കർ അടക്കമുള്ള സൂപ്രണ്ട് അടക്കമുള്ളവർ പറയുന്നത്. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അതിന് താഴെ വീണ് ജീവഹാനി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഭക്ഷണം നൽകി അതിനെ താഴെ ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും ഇതുവരെ അതിനെ താഴെ ഇറക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അജീഷ, ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോകാനുള്ള കാരണം എന്താണ്? ഈ രണ്ടാമതും ആദ്യം പോയ കുരങ്ങ് വീണ്ടും ചാടിപ്പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഒപ്പം തന്നെ ഇവർ ദിവസം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ കാണിച്ച് പ്രലോഭിപ്പിക്കാനുള്ള ശ്രമം, അത് എത്രത്തോളം വിജയിക്കും? അതിനപ്പുറമായി മറ്റ് പദ്ധതികൾ, ഇനി അങ്ങനെ അത് വിജയിച്ചില്ലെങ്കിൽ മറ്റു പദ്ധതികൾ ഈ അധികൃതർ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ സാധാരണ ഈ കുരങ്ങുകളെ പുറത്തുനിന്ന് സ്ഥലത്ത് നിന്ന് ഈ ട്രാൻസ്ഫർ മുഖേനയാണ് എത്തിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് മൃഗങ്ങളെ മറ്റു മൃഗശാലയിലേക്കും അവിടുന്ന് ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതാണ് ഒരു രീതി. അങ്ങനെയാണ് ഈ തിരുപ്പതിയിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ ഈ കുരങ്ങുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത്. അവസാനമായി ഈ തിരുവനന്തപുരം മൃഗശാലയിൽ ഹരിയാനയിൽ നിന്നാണ് 2 പെൺകുരങ്ങുകളെ ഈ ഹനുമാൻ കുരങ്ങുകളെ എത്തിച്ചിരുന്നത്. അതിനുശേഷം ഇവിടെ കൊണ്ടെത്തിക്കുമ്പോൾ അതിവിടെ രീതി എന്ന് പറയുമ്പോൾ അത് 14 ദിവസം ക്വാറന്റൈനിലായിരിക്കും. ക്വാറന്റൈനിന് ശേഷം ഇവിടുത്തെ ഈ പരിസ്ഥിതിയുമായി അതിനൊന്ന് പരിചയപ്പെടണം. പിന്നീടായിരിക്കും അതിന് കൂട്ടിന് പുറത്തേക്ക് എത്തിക്കുക. ആ കൂട്ടിന് പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം ഇതിന് വേണ്ട ഈ ജീവനക്കാരുമായി ഒരു അടുപ്പം സ്ഥാപിക്കും. അതിന് ഭക്ഷണം നൽകിയും അതിനോടൊപ്പം സമയം ചെലവഴിച്ചുമൊക്കെ പിന്നീടായിരിക്കും ഇതിനെ ഈ ഒരു തുറന്ന സ്ഥലത്ത്, ആളുകൾക്ക് കാണാനായിട്ടുള്ള ഒരു തുറന്ന സ്ഥലത്തേക്ക് ഇതിനെ എത്തിക്കുക. ഇതിന് തുറന്ന സ്ഥലമെന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതിനെ ഈ ഭക്ഷണമൊക്കെ സ്ഥിരം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ഈ മരത്തിന്റെ മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ പോലും പിന്നീട് ഈ ഭക്ഷണ സമയത്തൊക്കെ ആകുമ്പോൾ താഴേക്ക് തിരിച്ചു വരുന്നതാണ് ഒരു രീതി. പക്ഷേ ഈ കുരങ്ങുകൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവില്ല. കാരണം ഈ മുമ്പ് ചാടിയ ഒരു കുരങ്ങ് കൂടി ഇതിലുണ്ട്. അതിനൊരു പക്ഷേ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ തമാശയ്ക്ക് ആളുകൾ പറയുന്നുണ്ടാവും. അങ്ങനെ ഈ ഭാഗത്തൂടെയൊക്കെ പോയിട്ടുണ്ട്, അതിന് പരിചയമുണ്ട്. എന്തായാലും ഈ 2 പെൺകുരങ്ങുകൾ കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ മുമ്പ് ചാടിയ അതേ പെൺകുരങ്ങ് വീണ്ടും ചാടിയിരിക്കുന്നത്. അതിനെന്തായാലും ഇതിന് ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് എന്തായാലും കടന്നിട്ടില്ല. അതിന് മറ്റ് കൂടെയുള്ള 2 പെൺകുരങ്ങുകൾക്ക് ഇതിന് പുറത്തേക്ക് കടന്നിട്ടുള്ള ഒരു പരിചയമില്ല. സ്ഥലമൊക്കെ പരിചയക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് കടക്കാനുള്ളൊരു സാധ്യത എന്തായാലും ഇപ്പോൾ തള്ളിക്കളയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ചാടില്ലെന്നാണ് ജീവനക്കാർ കരുതുന്നത്. ഇപ്പോഴുള്ള മരത്തിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ ഭക്ഷണമൊക്കെ കൊടുത്ത്, അതിന്റെ സ്ഥിരം ഭക്ഷണം എന്ന് പറയുമ്പോൾ പഴവർഗ്ഗങ്ങളും
ഒപ്പം തന്നെ കായ്കളുമൊക്കെയാണ്, ഇലകളും ചില പൂക്കളുമൊക്കെയാണ് ഇത് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിനത് ഇട്ടുകൊടുത്ത് അതിനെ താഴേക്ക് ഇറക്കാനുള്ളൊരു ശ്രമമാണ് ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് നേരത്തെ ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറോളം ആകുമെന്ന് ഇത് ഇവിടുന്ന് മരത്തിന് മുകളിൽ കയറി അത് മാറിയിട്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടിനുള്ളിൽ തന്നെ അതിനെ എത്തിക്കാനുള്ളൊരു ശ്രമമാണ് എന്തായാലും നടക്കുന്നത്. ഇതിന് പുറത്തേക്ക് കടന്നാൽ അത് വലിയ പ്രശ്നമാകും. കാരണം കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം ഇവരുടെ മുന്നിലുണ്ട്. ഏതാണ്ട് 24 ദിവസമാണ് ആ കുരങ്ങൻ വലിയ പണി തന്നത്. 24 ദിവസം ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും, അത് അന്ന് ചാടിയ വഴി നോക്കുകയാണെങ്കിൽ ഇതിന്റെ പുറകുഭാഗത്താണ്. പുറകുഭാഗം എന്ന് പറയുമ്പോൾ മ്യൂസിയം നന്തൻകോട് റോഡാണ്. നന്തൻകോട് റോഡിൽ നിന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന്റെ ആ ഭാഗം വഴി LMSലേക്ക് കടന്ന് പിന്നീട് PMGയിലേക്ക്, അന്ന് അവിടെയാണ് കന്റോൺമെന്റ് ഹൗസ്, മസ്കറ്റ് ഹോട്ടലൊക്കെ ഉള്ളത്. അതിന്റെ ഒരു മരത്തിലാണ് പിന്നീട് ദിവസങ്ങളോളം അന്ന് ആ കുരങ്ങൻ കഴിഞ്ഞത്. പിന്നീട് ഈ ജീവനക്കാർ രാവും പകലും അതിന് കാവലുണ്ടായിരുന്നു. കാരണം ഇതിനെ സ്പോട്ട് ചെയ്യണം, എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ആ വഴി പിന്തുടർന്ന് പോവുകയായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇതിനടുത്തുള്ളവർ ഈ വല്ലഭം എന്ന മരത്തിൽ ഈ കാക്കകളൊക്കെ കൂടിയിട്ടുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. ആ ഭാഗത്ത് തന്നെ അത് ഉണ്ടെന്ന് പറയുന്നു. ഇതിന്റെ പുറം ഭാഗത്തൊക്കെ നമ്മൾ പോയിരുന്നു. ആ ഭാഗത്തൊന്നും കുരങ്ങൻ പോയതായിട്ടുള്ള ലക്ഷണമൊന്നുമില്ല. ഇവിടുത്തെ ജീവനക്കാരൊന്നും ആ ഭാഗത്തില്ല. എന്തായാലും ഈ കുരങ്ങനെ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് തന്നെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് ജീവനക്കാർ നടത്തുന്നത്. ശരി. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളെ മയക്കുവെടി വെക്കില്ല, മറ്റു മാർഗങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ അവയെ താഴെ എത്തിക്കാനുള്ള തീവ്രശ്രമം തുടരുകയാണ്. 2.5 മണിക്കൂറായി ഇവ അവിടെ നിന്ന് ചാടിപ്പോയിട്ട്. വിശദാംശങ്ങൾ നൽകിയത് അജീഷ് ജയകുമാറാണ്.